അല്ല ഗൈസ്, ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരെ പോകുന്നത് വർക്കലയ്ക്കാണ്. സംഭവം നമ്മുടെ കൂട്ടുകാരനെ വിളിക്കണം ഗൈസ്. നല്ല മഴക്കുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. പകുതി വെച്ച് നമുക്ക് പണിയും കിട്ടി, മഴ പെയ്തു. ഗൈസ്, എല്ലായിടത്തും മഴയാണെന്ന് അറിയാം. എല്ലാവരും ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അതൊന്നും വെളിയിൽ പോയി ഇറങ്ങാൻ പറ്റില്ല. എല്ലാവരും മാക്സിമം എവിടെ പോയാലും റെയിൻ കോട്ടും കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല, ഇല്ലെങ്കിൽ പെട്ടുപോകും. അതെ ഗൈസ്, ഞാനും പെട്ടു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഞാൻ അവിടെ പിന്നെയും നിന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം മഴ തോന്നും. അങ്ങനെ നേരെ പോയി അവനെയും വിളിച്ചു. കണ്ടില്ലേ, അവൻ ഇങ്ങോട്ടൊന്നും വണ്ടി ഓടിച്ചത്. അളിയൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് കണ്ടില്ലേ, നമ്മളൊരു പഴംപൊരിയും ചായയും കഴിച്ചു. പിന്നെ അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ഇവൻ്റെ ചിലവായിരിക്കും. ഇവനായിരിക്കും എല്ലാത്തിനും ചിലവാണ്. പകരം അവൻ്റെ ബാഗും ഞാൻ തൂക്കി. അങ്ങനെ അവനെ വീട്ടിൽ ആക്കിയിട്ട് കണ്ടില്ലേ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്ന് കയറിയതും ഒരു മഴയും തുടങ്ങി. പോയപ്പോൾ പോലെ അല്ലായിരുന്നു, ഇപ്പം അത്യാവശ്യം നല്ല മഴയായിരുന്നു. മഴ കഴിഞ്ഞ് പിന്നെയും ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. കണ്ടില്ല, അവൻ്റെ വീട്ടിൽ പൂച്ചയെ കെട്ടിലാണ് ഗൈസ്. ഞങ്ങൾ ഇത്തവണ ചെന്നത് ഹസൻ്റെ താത്തയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്ലാനിങ്ങും പരിപാടിയായിട്ടായിരുന്നു. ഇത് താത്തയ്ക്ക് കൊടുക്കാനല്ല, ഇത് വേറൊരാൾക്ക് കൊടുക്കാനായിരുന്നു. അതൊരു ഓർഡറിൻ്റെ ഭാഗമായിട്ട് അവൻ ചെയ്തതാണ്. രാത്രി 12 മണിക്ക് താത്തയ്ക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു. കണ്ടില്ലേ, ഞാനും റിയാസും എൻ്റെ വീട്ടിൽ വന്നിരുന്നു കുറേ നേരം. അപ്പോൾ പിന്നും പെയ്തു മഴ. അവസാനം എങ്ങനെയൊക്കെയോ നമ്മൾ സമയത്ത് അങ്ങ് സാധനം എത്തിച്ചു. കണ്ടില്ലേ, താത്ത നല്ല സർപ്രൈസായി. പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞങ്ങളിത് ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഹസനും അവൻ്റെ കാക്കയ്ക്കുമാണ്. ഞാൻ എപ്പോൾ ചെന്നാലും മോൾ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഒളിഞ്ഞു നിന്ന്. കണ്ടില്ലേ, മോനാണെങ്കിൽ പിന്നെ അവൻ വിരുവിരിപ്പിൻ്റെ ആളാണ്. അവൻ എങ്ങനെ കേക്ക് അകത്താക്കാം എന്നുള്ള ഐഡിയയിലാണ് അവൻ നിൽക്കുന്നത്. ലാസ്റ്റ് പരിപാടി തുടങ്ങിയപ്പോൾ അവനെല്ലാം കോൺഫറൻസ് ഇടും. പിന്നെ അവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് കട്ടിയതൊക്കെ. സംഭവം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. ഓൾറെഡി കേക്കിൻ്റെ ഞെട്ടലിൽ നിൽക്കുന്ന താത്തയ്ക്ക് ഒരു വമ്പൻ സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ ഒരുക്കുന്നത്. അതും സ്പോൺസേർഡ് പോയി കാക്ക തന്നെയാണ്. ആദ്യം ഞങ്ങൾ ഒരു ഫ്രെയിം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസൻ സാധനം കൊണ്ടുവന്നു. ഒരു ഫോണാണ് ഗൈസ്, ഐക്യുവിൻ്റെ. പുള്ളിക്കാരി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഗൈസ് അത് ഓപ്പൺ ചെയ്തൊന്ന് കാണാനായിട്ട്. അതിനേക്കാൾ വലിയ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഇമ്മു ആണെങ്കിൽ അത് എങ്ങനെയായിരുന്നു പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ അവൻ നിന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണ് ഗൈസ്, ഗിഫ്റ്റുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അവസാനം രാത്രി 1:30 അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ യാത്രകൾ ഗൈസ്, ബൈ.